ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവല്ലേ രണ്ടാൾ ഏടിയോ റെഡി ആയിട്ട് പോകുന്നു. സോ നമ്മളൊരു ഇടൻ ജംപ് പ്ലേസിലാണ് ഉള്ളത്. അത് എന്താണ് ചേച്ചി പറയൂ. നമ്മളിപ്പോൾ ഉള്ളത് അധികം ഫേമസ് ആവാത്ത കുഞ്ഞിപ്പറമ്പ കേവിലാണുള്ളത്. നമുക്കത് നേരിട്ടിട്ട് കാണാം. ഓക്കെ, കാണാം. നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് എത്തിയപ്പോൾ വന്ന് നിന്നത് ഒരു വീടിൻ്റെ മുന്നിലാണ് കേട്ടോ. ഒരു വീടും അതിൻ്റെ തൊട്ടടുത്ത് ഒരു റബ്ബറിൻ്റെ തോട്ടവും. അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് സ്ഥലം എന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ അതിശയിച്ചു പോയി. പിന്നെ മുന്നോട്ട് നടന്നപ്പോൾ സംഭവം കണ്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ കേൾക്കണം. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത്ര ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് അയാൾ അതിൽ പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോയത്. കുറച്ച് വീഡിയോസ് ഫോട്ടോസെല്ലാം എടുത്ത് ഇതായിരിക്കോട്ടാ എല്ലാവരും വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുക്കുന്ന സ്ഥലം. സോ നമ്മൾ കൂടെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്ത് അതുപോലെ കുറച്ച് ഉള്ളോട്ട് പോകാൻ നോക്കി. ഭയങ്കര ഇരുടായിരുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും, അത്രയും ഇരുടാണ്. ഒരുപാട് പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇരുടാണ്. അവൾ വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടം വരെ വന്നിട്ട് മുന്നോട്ട് നോക്കണ്ടേ എന്താണെന്ന്. പിന്നെ സിഗരറ്റിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വല്ലാണ്ട് വിലക്കിയിരുന്നു. മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഒക്കെ മണവും ശബ്ദവും അവരുടെ സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ധൈര്യം സംഭരിച്ചിട്ട് നമ്മളിതാ ഉള്ളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇരുടാണ്. ടോർച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ട ഒരു കാര്യം, നിറയെ പ്ലാസ്റ്റിക് ഉണ്ട്. കുറേ മഴയത്തൊക്കെ ഒലിച്ച് വന്നതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇവിടെ ആൾക്കാർ വന്നു പോയതിൻ്റെ ഇതുപോലെയാണ് കാണുന്നത്. ഭയങ്കര ഇവിടെ ഫുൾ ഇരുടാണ് കേട്ടോ. അത് ടോർച്ചൊക്കെ എടുത്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇരുട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഇരുടാണ്. ടോർച്ചൊക്കെ വെളിച്ചത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഭയങ്കര ഇരുട് എന്ന് പറഞ്ഞാൽ അത്രയും ഇരുടാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടു കേട്ടോ. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയും വവ്വാലായിരുന്നു. നിറയെ നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത്രയും വവ്വാലിൻ്റെ സൗണ്ടുകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പുറമേന്ന് നോക്കുമ്പോൾ അത്ര മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര സ്പേസ് ഉണ്ട്, നിറയെ സ്പേസ് ഉണ്ട്. ഒരുപാട് വിശാലമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പുറമേന്ന് നോക്കുമ്പോഴേ അല്ല, ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഉരുളൻ കല്ലുകൾ ഇടിഞ്ഞ് വീണതുണ്ട് നിറയെ. ഇനി ഇതിൽ മുന്നോട്ട് നടക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നിറയെ വവ്വാലുണ്ട് കേട്ടോ. അത് നോക്കിയേ, ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും വവ്വാലുകളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ മനസ്സിലാവണില്ല, അത്രക്കും വവ്വാലുകളുണ്ട്. ഇനി ഉള്ളോട്ട് പോകുന്നത് റിസ്ക് ആണ് കേട്ടോ. ആൾക്കാരുടെ ശബ്ദം ഉണ്ടായിരുന്നു, സിഗരറ്റിൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നു. ആഡും റീൽസിലും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ആയി കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. വേസ്റ്റ് ഓഫ് മണിയാണ്, ഒന്നുമില്ല കാണാൻ. അതിൽ കാണുന്ന പോലെ ഒന്നുമല്ല. വെറുതെ വന്നു പോയല്ലോ എന്നായിപ്പോയി. ഒരാളില്ല ഇവിടെ. ആൾക്കാർ വരും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് വരുന്നതാണ്. പക്ഷേ അവർ വരുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ, ഒന്നാമത് കല്ലുകളൊക്കെ തന്നെ, ആ കാണുന്ന വലിയ കല്ലുകളൊക്കെ എപ്പോഴൊക്കെയോ അടന്നു വീണിട്ടുള്ളതാണ്. അത് ഏത് സമയത്തും വീഴാവുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഇതിൻ്റെ അളുക്കുകളിൽ കൂടെ ചെളിയൊക്കെ മഴ പെയ്ത് വെള്ളം അങ്ങ് പോയി കഴിയുമ്പോൾ ക്യാപ്പാകും. എപ്പോഴൊക്കെയോ വീഴും, അത് ഏത് സമയത്തും വീഴാവുന്നതാണ്.
അപ്പോൾ ആൾക്കാർ വരുന്നവരെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനൊരു ഗുഹ മാത്രമേ ഉള്ളൂ. അവനവൻ്റെ സ്വന്തം റിസ്ക്കിലാണ് ഇത് പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടത്. അപകട സാധ്യത ഉള്ളതാണ്, പക്ഷേ എപ്പോഴും ഇല്ല, എപ്പോഴാണെന്ന് പറയാനും പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇതൊരു പിന്നെ പയ്യാറുള്ള ഉമ്മർ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥലത്തിൻ്റെ വകയാണ്. അപ്പോൾ ഈ ഗുഹ മുൻപ് അങ്ങ് താഴേക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങ് ആൾക്കാരങ്ങ് പോയി കുറേ നിന്ന് കഴിയുമ്പോൾ അതിന് ഉള്ളിൽ കൂടെ കിടന്ന് അതൊക്കെ റിസ്ക്കാണ്. പിള്ളേർക്കൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ശരീരം കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിൽ കടന്ന് പോക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വിശാലമായ ഉള്ള് അപ്പുറത്തേക്കുണ്ട്. ഇവിടെയാണ് നമ്മുടെ കുമാരി സിനിമയൊക്കെ ഷൂട്ടിങ് ചെയ്തതൊക്കെ തന്നെ. അങ്ങനത്തെ തന്നെ ആൾക്കാർ ഒരുപാട് പേര് വരികയും കാണുകയും ചെയ്തു. ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഗുഹയുണ്ടെന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത്ര വിശാലമാണ് ഇതിൻ്റെ ഉള്ളിൽ. സുരക്ഷിതത്വത്തിൻ്റെ പേര് മാത്രമുള്ള ഒരു പ്രശ്നം. ഇവിടെ മൃഗങ്ങളൊന്നുമില്ല. ഇല്ല, വാവലുണ്ട് ഉള്ളിൽ. വാവൽ ശരിക്കാണ്, മറ്റു മൃഗങ്ങളൊന്നുമില്ല. പിന്നെ പന്നിയൊക്കെ അതിന് പുറമേ ഉള്ളൂ. ഇതിന് ഉള്ളിലോട്ട് ആൾക്കാർ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. വാവൽ ശരിക്കുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.